നമുക്കിന്നേ ചാമയുടെ അരി വെച്ചിട്ട് മധുരച്ചോറ് അല്ലെങ്കിൽ പാച്ചോറ് ഉണ്ടാക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ്. ഒരുപാട് ഐറ്റംസ് ഒന്നും വേണ്ട. ചാമരിയും തേങ്ങയും പിന്നെ ശർക്കരയും ഇതാണ് മെയിൻ ഇൻഗ്രീഡിയൻസ്. പിന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കശുവണ്ടിപ്പരിപ്പും കിസ്മിസും വേണമെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. അത് ഓപ്ഷനിലാണ്, നിർബന്ധമില്ല. അപ്പോൾ ചാമരി നമുക്ക് കുക്കറിൽ ഇട്ടിട്ട് ഇരട്ടി വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കാം. ഈ ഇരട്ടി വെള്ളം ഒഴിക്കാൻ പറയുന്നതിൻ്റെ കാരണം ചാമരി വെള്ളം അബ്സോർബ് ചെയ്യും. അതുകൊണ്ട് വെന്ത് വരുമ്പോൾ ചിലപ്പോൾ വെള്ളം ഒട്ടും ഇല്ലാണ്ടായിരിക്കും. അപ്പോൾ അത്യാവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നമുക്കിത് വേവിക്കാൻ വെക്കാം. എന്നിട്ട് അതിനകത്ത് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനകത്തേക്ക് തേങ്ങ ചേർത്ത് ഇളക്കി കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് ശർക്കര ഇടാം. വീട്ടിൽ ഞങ്ങൾ ശർക്കര ഉരുക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചേക്കാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ശർക്കര മെൽറ്റ് ചെയ്യിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിനകത്ത് ചിലപ്പോൾ മണ്ണോ കല്ലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. അപ്പോൾ മെൽറ്റ് ചെയ്യിപ്പിച്ചിട്ട് അത് അരിച്ചെടുത്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചേക്കാണ്. ശർക്കര ചേർത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് സാദാ ജീരകം പൊടിച്ചത് കുറച്ച് ചേർത്ത് കൊടുക്കാം. അതൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ്. അതിനുശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കശുവണ്ടിപ്പരിപ്പും കിസ്മിസും നെയ്യിൽ വറുത്തെടുത്തിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ചാമരിയുടെ മുകളിൽ നമുക്ക് ടോപ്പ് ചെയ്ത് കൊടുക്കാം. ഇത്രയുള്ള പരിപാടി. നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള മധുരച്ചോറ് റെഡി ആയി കഴിഞ്ഞു. ഇനി ഒരു പ്ലേറ്റ് എടുത്തിട്ട് നമുക്ക് മധുരച്ചോറ് സെർവ് ചെയ്യാം. ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ഹെൽത്തിയാണ്. നമ്മുടെ മക്കൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ആരോഗ്യം നന്നായിട്ട് മെച്ചപ്പെടും. ജങ്ക് ഫുഡോ അല്ലെങ്കിൽ മറ്റ് ബേക്കറി ഐറ്റംസോ കൊടുക്കുന്നതിലും ബെറ്റർ ആയിരിക്കും ഈ ഒരു ഓപ്ഷൻ.